നമസ്തേ. ഭൂപ്രകൃതിയുള്ള ഹരിത കേരളത്തിലെ മലയാളി ആരോഗ്യത്തിൽ അപകടത്തിലും സ്വയം ചിന്തിക്കുക. 44 നദികളും 89ഓളം ഡാമുകളും അതിൽ തന്നെ 69 എണ്ണം ഇലക്ട്രിസിറ്റിയുടെ കീഴിൽ ചുമ്മാതെ കറണ്ടുണ്ടാക്കി കൊടുത്തിട്ടും കട്ടുമുടിച്ചിട്ടും വീണ്ടും ജനങ്ങളിൽ നിന്നും ഇരട്ടിപ്പണം കറണ്ടിന് വാങ്ങുന്ന സംസ്ഥാനമായ കേരളത്തിൽ കോടികളുടെ വ്യവസായ മൂലധനമാണ് കോർപ്പറേറ്റുകൾ ആരോഗ്യരംഗത്ത് മുടക്കുന്നത്. ഇവിടുത്തെ സർവ്വ അവയവ മാഫിയ കമ്പനികളും അല്ലെങ്കിൽ അവയവ മാഫിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ ഹോസ്പിറ്റലുകളും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കോടിക്കണക്കിന് രൂപയ്ക്ക് ഇവർ തീരെഴുതി വാങ്ങിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. കേരളത്തിലെ ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യരംഗം കോർപ്പറേറ്റുകളുടെ കയ്യിൽ സുരക്ഷിതമോ? നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ നദിയിൽ ഈ പുഴയിൽ കുളിച്ചും ഈ കുന്നുകൾ കയറിയും ഈ സൂര്യപ്രകാശം കൊണ്ടും ഉള്ള ആരോഗ്യമാണ് മനുഷ്യന് എന്നും വേണ്ടത്, അല്ലെങ്കിൽ മറ്റു മൃഗാദികൾക്കും. ഇതിന് പകരം കോർപ്പറേഷൻ ലോബികളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ശവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞ കണക്കാണ്. കാര്യം ശവപ്പെട്ടിയുടെ ദുര്യോഗം കാശ് മുടക്കുന്നവനല്ല അതിൽ കിടക്കുന്നവനല്ല അത് ചുമക്കുന്നവനല്ല കുഴിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാതെ നിർഗുണനായിട്ട്, നിർനിമേഷനായിട്ട്, നിരായുധനായിട്ട് വഴിയിൽ നിൽക്കുന്ന ഗതികേടിലേക്ക് മലയാളിയും ഭാരതീയനും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പം വളരെ സുഖമുണ്ട്. നിങ്ങൾക്ക് 70 വയസ്സ് കഴിഞ്ഞാൽ ഫ്രീ ഇൻഷുറൻസ് ആദ്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഇത് തന്നെയാണ് വിദേശികൾ ഇവിടെ മദ്യവും സിഗരറ്റും ഒഴുക്കിയപ്പോൾ ചെയ്തത്. ആദ്യം എല്ലാവർക്കും ഫ്രീ കൊടുത്തു. അതിനുശേഷം കുറേശ്ശെയായിട്ട് ഇപ്പം ഫോറിൻ ലിക്കർ എന്നുള്ള പേരിൽ ഇവിടുത്തെ കളർ ചെയ്ത വാറ്റിയാരായം പോലും 75 രൂപയുടെ വാറ്റിയാരായം നിരോധിതമായ ആർട്ടിക്കിൾ 47 ഇരിക്കവേ 1000 രൂപയ്ക്ക് കൊടുത്ത് കാശ് മേടിച്ച് അതുകൊണ്ട് ഭരണം നടത്തുന്ന ഗതികേടിലാണ് നമ്മുടെ ഭരണകർത്താക്കൾ പോലും. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് 140 കോടി ജനങ്ങളെയും ഇൻഷുറൻസിൻ്റെ പരിധിയിൽ കൊണ്ടുവരും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ വലയിൽ കിടക്കേണ്ടി വരും. ചെറിയ ഒരു പനി, അതായത് അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ്. അവിടെ നിങ്ങൾക്കൊരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ 16 അടിയന്തരം കഴിഞ്ഞാൽ പോലും ഒരു സാധാരണ ഡോക്ടറെ കാണാൻ പറ്റില്ല. നേരെ മറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് നേരിട്ട് ചെന്ന് 50-100 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അവരെ നമ്മൾ ഒരു പാകത്തിന് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇതിനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് ഇൻഷുറൻസും അതിൻ്റെ സെക്യൂർ ഇൻഷുറൻസും എടുക്കാതെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. അതായത് ഡിജിറ്റലൈസ് ചെയ്ത് കഴിയുമ്പം ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പോലും ഡിജിറ്റൽ കൂടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ക്യൂ നിന്ന് കാത്തു നിൽക്കാതെ ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കരുത്. ജനങ്ങൾ പ്രതിരോധിക്കുക. ഇലക്ഷൻ വരികയാണ്. നിങ്ങൾ മാൻഡേറ്റ് കൊടുക്കുക ആര് ജയിക്കണമെന്ന്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്ന വോട്ടുകൾ നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പാർട്ടികളുടെ കുത്തുകൾക്ക് നിങ്ങൾ തീരെഴുതരുത്. നമുക്ക് രാഷ്ട്രബോധമുള്ളതിനെയാണ് എലക്ട് ചെയ്ത് ഓരോ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും അസംബ്ലി തലത്തിലും തിരഞ്ഞെടുക്കുവാൻ. അല്ലാതെ എൻ്റെ പാർട്ടി പറഞ്ഞു ഞാൻ അതിന് വോട്ട് ചെയ്യുക എന്നുള്ള പാർട്ടി വേണ്ട. നമുക്ക് അരാഷ്ട്രീയത അല്ല വേണ്ടത്. നമ്മുടെ റോഡ് നന്നാക്കുക, നമുക്ക് അവകാശപ്പെട്ട ഔഷധങ്ങൾ തരിക എന്നുള്ള രീതിയിൽ കൂടെ ഉള്ള ഒരു ഇലക്ഷന് വേണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിരലിൽ മഷി പതിപ്പിക്കാൻ. നന്ദി, നമസ്കാരം.